ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മുരിങ്ങയില കൊണ്ടുള്ള രണ്ട് വിഭവങ്ങളാണ്. ഒന്ന് തോരനും ഒന്നൊരു ദാൽ കറി, പരിപ്പ് കറി. അപ്പം അതിനായിട്ട് ആദ്യമേ ഞാൻ ചോറ് വയ്ക്കാൻ പോകുന്നു. ചോറ് വെച്ച് കഴിഞ്ഞിട്ടാണ് മുരിങ്ങയിലയുടെ ജോലിയിലേക്ക് കയറുന്നത്. അപ്പം അടുത്തതായിട്ട് മുരിങ്ങയില കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കുടഞ്ഞ് ഉണക്കിക്കഴിഞ്ഞ മുരിങ്ങയില നമ്മൾ ആ തണ്ടിൽ നിന്നും കുറേശ്ശെ ഊരിയെടുത്ത് എല്ലാം വൃത്തിയാക്കി വെക്കണം. അതിൽ എന്തെങ്കിലും ഉണ്ടോ, പൊടിയെല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് ഈ മുരിങ്ങയില എല്ലാം റെഡിയായി ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഈ മുരിങ്ങയില അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ മുരിങ്ങയില കുറച്ച് അരിഞ്ഞത് നിന്ന് തന്നെ കുറച്ച് ഞാൻ മാറ്റി പരിപ്പ് കറിക്കും വെക്കുന്നുണ്ട്. അപ്പോൾ മുരിങ്ങയില അരിയുന്നതിനകത്ത് ചിലർ ഇത് തീരെ ചെറുതായിട്ട് അരിയുന്നവരുണ്ട്. ഒന്ന് അരിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടിയൊക്കെ വാരി ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നവരുണ്ട്. ഞാൻ ഒരു തവണ മാത്രമേ അരിയാറുള്ളൂ. പിന്നെ അതേപോലെ തന്നെ മുരിങ്ങയിലയെ പറ്റി വേറെ കേട്ടിട്ടുള്ളത്, എൻ്റെ ചെറുതിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്, എൻ്റെ അമ്മൂമ്മ മുരിങ്ങയില അരിഞ്ഞാൽ കയ്ക്കുമെന്ന് പറയും. അത് തോരൻ വെച്ചാൽ നല്ല കയ്പ്പായിരിക്കും, കഴിക്കാൻ പറ്റിയല്ലെന്ന് പറയും. അപ്പോൾ പക്ഷേ എൻ്റെ അമ്മ അരിഞ്ഞാൽ കഴിക്കത്തില്ല. ഇനി അമ്മയെക്കൊണ്ട് അരിയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രമാണോന്ന് അറിയത്തില്ല. അമ്മയാണ് മുരിങ്ങയില അരിയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അരിഞ്ഞാലും കഴിക്കത്തില്ല. അപ്പോൾ ഇതിൽ എന്ത് വിശ്വാസമാണ് ഉള്ളതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ മുരിങ്ങയില അരിഞ്ഞൊക്കെ റെഡിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ജീരകപ്പൊടി, ഉപ്പ് ഇത്രയിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട്, ഞാൻ ഒരുപാട് തേങ്ങ ചേർക്കാറില്ല. ഞാനൊരു വെയ്റ്റ് ലോസിൻ്റെ ഫുഡാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് തേങ്ങയൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാനൊരു ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഒരു ഡയറ്റീഷ്യൻ്റെയൊക്കെ അടുത്ത്. അപ്പം അതുകൊണ്ട് തേങ്ങ വളരെ കുറച്ചേ എടുത്തുള്ളൂ. തേങ്ങ ഇഷ്ടം പോലെ ഇടണം എന്ന് ആഗ്രഹമുള്ളവർക്ക് തേങ്ങ അങ്ങനെ ഇട്ട് എടുക്കാം. അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചാണല്ലോ. അപ്പം എല്ലാം ഇത്തിരി ഉപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഉപ്പ് ഇടണം. എല്ലാം ഇട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് ഞെരടി ഒന്ന് റെഡിയാക്കിയിട്ട് കടുക് വറുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആവിയിൽ പെട്ടെന്ന് തന്നെ മുരിങ്ങയില തോരൻ റെഡിയാവും. ആ ഒരു ഇച്ചിരി ഒരു സമയം മതി. തീ വളരെ കുറച്ചിട്ട്, ഇത് അടുപ്പിൽ തീ ഇങ്ങനെ ആളുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും അത് പുറത്തേക്കാണേ. ചോട്ടിൽ തീ കുറവാണ്. അപ്പോൾ അങ്ങനെ ഇത് ഇളക്കിയൊക്കെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഒരു 2-3 മിനിറ്റ് നേരത്തെ വേവേ ഉള്ളൂ മുരിങ്ങയിലയ്ക്ക്. പെട്ടെന്ന് തന്നെ ആവിയിൽ ഇതങ്ങ് വെന്തോളും. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് തോരൻ അവിടെ റെഡിയാണ്. ഇത്രയേ ഉള്ളൂ പരിപാടി, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. മുരിങ്ങയിലൊക്കെ ഊരിയെടുക്കുന്ന ആ ഒരു ജോലിയേ ഉള്ളൂ ഇച്ചിരി ജോലിയുള്ളത്, ബാക്കിയെല്ലാം കറക്റ്റാണ്. ഇപ്പോൾ അടുത്ത് നമ്മൾ തോരൻ റെഡിയായി. അടുത്തത് നമ്മൾ ഈ ദാലിൻ്റെ പരിപാടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുക്കറിൽ ഞാൻ കുറച്ച് മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. ദാല് കുറച്ച് എടുത്ത് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കായത്തിൻ്റെ കഷ്ണമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കായത്തിൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ട്. പൊടിയാണെന്നുള്ളവർ ഈ കടുക് വറുത്ത് ഇളക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കായപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ അത് ഞാൻ അങ്ങനെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. 2 വിസിൽ അടിച്ച് കഴിയുമ്പം ഇത് ഓഫാക്കി വയ്ക്കണം. അപ്പോൾ മീഡിയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിലും 2 വിസിലാവുമ്പോൾ പെട്ടെന്ന് വാങ്ങി വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വിസിൽ കഴിയുമ്പോൾ വാങ്ങി വയ്ക്കുക, വെന്ത് പോകുമല്ലെങ്കിൽ. അപ്പം അങ്ങനെ അത് വാങ്ങി വെച്ചിട്ട് പിന്നെ നമ്മളാണ് സവാള അരിഞ്ഞത്, പച്ചമുളക്, തക്കാളി, ഇത്രയും സാധനം അരിഞ്ഞെടുത്ത് വെക്കണം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും വേണം. ഞാൻ ഈ വീഡിയോയിൽ അരിഞ്ഞത് കാണിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കുന്നതും സവാള അരിയുന്നതും ഒന്നും കാണിച്ചിട്ടില്ല. ആ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സവാള, തക്കാളി, പച്ചമുളക്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എടുത്ത് നന്നായിട്ടൊന്ന് ഈ സവാളയും പച്ചമുളകും വഴറ്റി കുറച്ച് കഴിയുമ്പോഴാണ് തക്കാളി ഇടേണ്ടത്. ഇതൊക്കെ ഞാൻ പറയുന്നതേ ഉള്ളൂ, ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളെല്ലാം കറികളൊക്കെ വയ്ക്കുന്നവരാണല്ലോ. അപ്പോൾ അങ്ങനെ തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിക്കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വഴറ്റി വരണം തക്കാളി. അത് കഴിയുമ്പം അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടണം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഉണ്ടല്ലോ, അതും കൂടി ചേർക്കണം. അതും കൂടി ചേർത്തിട്ട് ഇളകി വെച്ചിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ഇതിൽ ചേർക്കേണ്ടുന്ന വെള്ളം പച്ചവെള്ളം അല്ല ഒഴിക്കേണ്ടുന്നത്, കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ച് വെച്ചേക്കണം.
അപ്പോൾ ആ തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർക്കേണ്ടുന്നത്. അങ്ങനെ ആ വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് എത്ര ഗ്രേവി വേണം, ഇത് ഈ ദാൽ കറി ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂട്ടി വെച്ചാലും കുഴപ്പമില്ല, കുറേ കഴിയുമ്പോൾ ഇതങ്ങ് തിക്കായിക്കോളും. അപ്പോൾ അങ്ങനെ നമ്മൾ ദാൽ കറി റെഡിയാണ്. പിന്നെ ഉപ്പ് നോക്കി, പിന്നെ ആവശ്യമുള്ളവർക്ക് കുരുമുളക് ലാസ്റ്റ് ഒരു ഒരു അര ടീസ്പൂണോ ഒരു ചെറിയ ഇച്ചിരി മതി, അവരവരുടെ ഇഷ്ടം അനുസരിച്ച് അതിനകത്തൊരു കുരുമുളകും കൂടെ ചേർത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ പൊടിയെല്ലാം ചേർത്തെടുത്താൽ നമ്മുടെ അടിപൊളി ദാൽ കറി റെഡിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മുരിങ്ങയില എല്ലാവരും കഴിക്കണം, മുരിങ്ങയില ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ഇത് കുറച്ച് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും അറിയിക്കാൻ മടിക്കരുത്. ഇപ്പം ഈ രീതിയിലല്ല വേറെ ഏതെങ്കിലും രീതിയിലാണ് വെക്കുന്നതെങ്കിൽ അപ്പോൾ ആ രീതി പറയാം. അപ്പം അത് എനിക്കൂടെ മനസ്സിലാവുമല്ലോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.